PSCക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 5 ബെസ്റ്റ് മോട്ടിവേഷൻ ഐഡിയാസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് PSC പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മോട്ടിവേഷൻ്റെ ആവശ്യം ഉണ്ടോ എന്നാണ്. എൻ്റെ അനുഭവത്തിൽ വേണം എന്നാണ്. കാരണം PSC എന്ന് പറയുന്നത് കടൽ പോലാണ്. ഒരുപാട് പഠിക്കാനുണ്ട്. അതേപോലെ ഭയങ്കര ടഫായിട്ടുള്ള എക്സാമാണ്. കിട്ടാൻ നല്ല പാടാണ്. നല്ല കോമ്പറ്റീഷനാണ്. അപ്പോൾ നമ്മൾ കുറേ നാളൊക്കെ പഠിക്കുമ്പോഴത്തേക്കും മടുത്തു തുടങ്ങും. ചിലപ്പോൾ നമ്മൾ പ്രിലിം എഴുതും, പാസ്സാവും, മെയിൻ പാസ്സാവില്ല. അപ്പോഴൊക്കെ നമ്മൾ മടുത്തു തുടങ്ങുമല്ലേ, വീണ്ടും വീണ്ടും പഠിക്കാനുള്ളൊരു ഊർജ്ജം പോവും. ഫസ്റ്റ് ചാൻസ് തന്നെ PSC കിട്ടണമെന്നില്ല. പലപ്പോഴും എഴുതുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് PSC കിട്ടുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ PSC കിട്ടുന്നിടം വരെ എഴുതണമെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ വേണം. അതുപോലെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് മോട്ടിവേഷൻ ആവശ്യമാണ്. ഒരിക്കലും ഇടയ്ക്ക് വെച്ച് നിർത്താനുള്ളതല്ല PSCയുടെ പഠനം എന്ന് പറയുന്നത്. 1ാം റാങ്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള മോട്ടിവേഷൻ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതിൽ ആദ്യത്തേത് സെൽഫ് കോൺഫിഡൻസ് ആയിരുന്നു. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ബോധ്യം വേണം, നമ്മളെയും കൊണ്ടത് നടക്കും. നമുക്ക് അറിയാം വലിയ കാര്യമായിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല, പക്ഷേ ചുമ്മാ നമ്മളൊരു കോൺഫിഡൻസ് കൊണ്ടുവരണം. എന്നെയും കൊണ്ട് പറ്റാവുന്ന കാര്യമേ ഉള്ളൂ, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാവുന്നതേ ഉള്ളൂ എന്നൊക്കെ നമ്മളിങ്ങനെ സ്വയം പറഞ്ഞ് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് സ്വയം ഇങ്ങനെ കോൺഫിഡൻസ് വരുത്തിക്കൊണ്ടിരിക്കുക. PSCക്ക് പഠിക്കുന്ന പല കുട്ടികളുടെയും പ്രശ്നം കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. അപ്പോൾ അതിനെ നിങ്ങളൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പം പല ബുദ്ധിമുട്ടുകൾ കാണും, മറവി കാണും, പല പ്രശ്നങ്ങൾ കാണും. ആയിക്കോട്ടെ, ഇതൊക്കെ എല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് PSC പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിയും ചിന്തിക്കുന്നത്. കാരണം എല്ലാവർക്കും ഏകദേശം എല്ലാ കാര്യങ്ങളും ഒരുപോലെയുള്ളൂ, അത് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ആണ് വേണ്ടത്. സെൽഫ് കോൺഫിഡൻസ് കിട്ടിയാൽ തന്നെ നമുക്ക് സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാവും. ഞാൻ മിടുക്കിയാണ് അല്ലെങ്കിൽ മിടുക്കനാണ്, എനിക്ക് ഇത്രയും സമയം പഠിക്കാൻ കഴിയും, ഞാൻ പഠിച്ചതെല്ലാം എക്സാമിന് വരും, ഇങ്ങനെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ ഞാൻ PSC റീൽസ് കാണാറുണ്ടായിരുന്നു. അതായത് നമുക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ PSC കിട്ടിയവരുടെ റീൽസ് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അവർ പറയുന്ന വാക്കുകൾ, അവരിടുന്ന BGM അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു എനർജി വരും. നമ്മൾ ആ പൊസിഷനിൽ എത്തുമ്പോൾ ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരു കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഭയങ്കര പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ആ റീൽസ് കാണുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. പക്ഷേ ഇങ്ങനത്തെ റീൽസ് കാണുമ്പോൾ മറ്റുള്ള റീൽസിലേക്ക് പോകരുത്. PSC ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റീൽസ് മാത്രം കാണുക. രണ്ടാമത്തെ എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് പ്രാർത്ഥനയായിരുന്നു. ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. നമ്മൾക്ക് പല കാര്യങ്ങളും പലരോടും തുറന്നു പറയാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മുടെ പേരൻസിൻ്റെ അടുത്തോ സഹോദരങ്ങളുടെ അടുത്തോ ലവറിൻ്റെ അടുത്തോ ഹസ്ബൻഡിൻ്റെ അടുത്തോ ഒന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതായത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ ഇത് കിട്ടുമോ എന്നൊക്കെ ടെൻഷനൊക്കെ നമുക്ക് വരുമല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ അവരോടൊക്കെ പറയുമ്പോൾ അവർ ഓക്കെ, രണ്ടാമത് പറയുമ്പോഴും അവർ ഓക്കെ, നമ്മളെ സമാധാനിപ്പിക്കും. പക്ഷേ വീണ്ടും വീണ്ടും ഈ കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കാണെങ്കിലും ബോറടിച്ച് തുടങ്ങും. അപ്പോൾ നമ്മൾ അവരോട് തുറന്ന് സംസാരിക്കാൻ മടിക്കും. പതിയെ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും. പക്ഷേ ദൈവം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങളും അവിടെ ഷെയർ ചെയ്യാം, നമുക്ക് കരയാം, ചിരിക്കാം, സന്തോഷിക്കാം, എന്ത് പരാതികളും അവിടെ പറയാം. നമുക്ക് മനസ്സിന് സമാധാനം കിട്ടാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് പ്രെയർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ദൈവത്തിലാണോ വിശ്വാസം, ഏത് മതമാണെങ്കിലും ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് തൽക്കാലം വിശ്വസിച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ വേറൊരു പ്രയോജനം തോന്നിയിട്ടുള്ളത് ഒരുപാട് കോൺസെൻട്രേഷൻ കിട്ടാറുണ്ട്, കോൺസെൻട്രേഷൻ ലെവൽ കൂടാറുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കത്തില്ലല്ലോ. ഭഗവാനെ അല്ലെങ്കിൽ ദൈവമേ ഇന്നത് തരണേ, ഇന്നത് ഹെൽപ്പ് ചെയ്യണേ എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ അത് കുറേ നേരം ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഒരു കോൺസെൻട്രേഷൻ പവറും കൂടി നമ്മൾ അറിയാതെ തന്നെ വരുന്നത്. അതായത് ധ്യാനത്തിൻ്റെ ഒരു ഗുണം നമുക്ക് പ്രെയർ വഴി കിട്ടുന്നതാണ്. മൂന്നാമത് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ലോ ഓഫ് അട്രാക്ഷനാണ്. ലോ ഓഫ് അട്രാക്ഷൻ പൊതുവേ മോട്ടിവേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. പക്ഷേ പൗലോ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ഒപ്പം നിൽക്കും അല്ലേ. അപ്പോൾ ഞാൻ ചെയ്തിരുന്നത് ഡെയിലി എഴുതി വയ്ക്കുമായിരുന്നു. 21 പ്രാവശ്യമൊക്കെ എഴുതണം എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഒരു പേപ്പറിൽ എഴുതിയാൽ മതി. ഞാൻ ഈ 2026 ഒരു ഗവൺമെൻറ് ജോലി നേടും. അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രാവിലെ എഴുന്നേറ്റ് എഴുതുന്ന ആ ഒരു വാക്കുകൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസും ഒരു ഊർജ്ജമൊക്കെ ലഭിക്കുന്നതാണ്. നമ്മൾ എന്താണോ കുറേ നാൾ ആഗ്രഹിക്കുന്നത് നമ്മൾ അതായിത്തീരുമെന്ന് പറയുന്നുണ്ടല്ലേ. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ദിവസവും ഞാൻ ഈ ജോലി നേടും എന്ന് എഴുതി വെക്കുമ്പോൾ പതിയെ നമ്മുടെ മനസ്സ് അതിലേക്ക് പോകും, നമ്മുടെ പ്രവൃത്തികൾ അതിലേക്ക് പോകും, പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് വരും. പതിയെ നമുക്ക് ആ ജോലി നേടാൻ കഴിയുന്നതാണ്. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്.
അതും സത്യമാണോ തെറ്റാണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യാതെ അത് നമ്മളുടെ ഗുണത്തിന് വേണ്ടിയിട്ട് മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇപ്പം ദൈവത്തിൻ്റെ കാര്യം പറയുമ്പം ഈ നൂറ്റാണ്ടിൽ ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നമ്മളെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കുക, അതൊന്നുമല്ല. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മളുടെ ഗുണത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. നാലാമത് ഞാൻ ചെയ്ത കാര്യം ഡ്രീമിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ സ്വപ്നം കാണലായിരുന്നു. സ്വപ്നം കാണുക എന്ന് പറയുമ്പോൾ രാത്രി കിടന്ന് കാണുന്നതല്ല എൻ്റെ സ്വപ്നം, ദിവാസ്വപ്നം, നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നമായിരുന്നു. അതായത് റാങ്ക് വാങ്ങുന്നതും എല്ലാവരും അഭിനന്ദിക്കുന്നതും നമ്മുടെ പേരൻസ് സന്തോഷിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വെറുതെ ഇരുന്ന് ദിവാസ്വപ്നം കാണുമായിരുന്നു. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. പേരൻസൊക്കെ ഈ റിസൾട്ട് വരുമ്പോൾ അവരുടെ മുഖത്തെ സന്തോഷം ഓർക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചം വരും. അത് സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. ആഗ്രഹം മാത്രമല്ല, അതിന് വേണ്ടിയിട്ട് നമ്മൾ പതിയെ പതിയെ പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യും. റാങ്ക് കിട്ടിയ ശേഷം ഞാൻ കുറേ റീൽസ് യൂട്യൂബിലും ഇൻസ്റ്റയിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് അഭിനന്ദനങ്ങൾ കിട്ടുന്നു, ആദരിക്കൽ കിട്ടുന്നു, പത്രത്തിൽ ന്യൂസ് വരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ കണ്ട സ്വപ്നമായിരുന്നു. റാങ്ക് വാങ്ങുന്നതിന് മുമ്പ് ഞാൻ അതെല്ലാം സ്വപ്നം കണ്ടിരുന്നു. അതിനനുസരിച്ച് ഞാൻ പഠിച്ചു, അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും നേടുകയും ചെയ്തു. അത് നിങ്ങൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ചുമ്മാതിരുന്ന് പഠിച്ച് ചുമ്മാതെ കോച്ചിങ് പോയിട്ട് അങ്ങനെയൊന്നും കാര്യമില്ല. നിങ്ങൾ സ്വപ്നങ്ങൾ കാണുക. ഒരുപാട് സ്വപ്നങ്ങൾ കാണുമ്പോൾ ഏതെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും നടന്നു കിട്ടുന്നതാണ്. അഞ്ചാമത്തെ മോട്ടിവേഷൻ ഐഡിയാസ് എന്ന് പറയുമ്പോൾ അത് ഞാൻ ചെയ്തിട്ടുള്ളതല്ല, പക്ഷേ പല കുട്ടികളും ചെയ്ത് അവർ സക്സസ്ഫുൾ ആയത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രചോദനമാകുന്ന ഒരു വാക്ക് നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ ഒട്ടിച്ച് വയ്ക്കുക. ഒരുപാട് മോട്ടിവേഷണൽ കോട്ട്സ് നമുക്ക് കിട്ടുമല്ലോ. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വന്ന ഒരു വാചകം നിങ്ങൾക്ക് അവിടെ എഴുതി ഒട്ടിച്ച് വയ്ക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ സ്റ്റിക്കി നോട്ട്സായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ഡെയിലി മോട്ടിവേഷന് വേണ്ടിയിട്ടുള്ള വാചകങ്ങൾ എഴുതി വയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങളെ ആരാണോ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും റോൾ മോഡലായിട്ട് ആരാണോ തോന്നുന്നത് അവരുടെ ഒരു ഫോട്ടോ ഒട്ടിച്ച് വയ്ക്കുക. ഞാൻ റോൾ മോഡലായിട്ട് കണ്ടിട്ടുള്ളത് APJ അബ്ദുൽ കലാം സാറിനെയായിരുന്നു. അതുപോലെ നമ്മുടെ കളക്ടർമാരായിട്ടുള്ള ദിവ്യ എസ് അയ്യരെ പോലുള്ളവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ ഇൻ്റർവ്യൂ, അവരുടെ പോസ്റ്റ് അതൊക്കെ ഞാൻ കാണാറും വായിക്കാറുമുണ്ട്. അതെനിക്ക് ഏറ്റവും വലിയൊരു മോട്ടിവേഷനാണ്. ഒരിക്കലും എന്നെ സംബന്ധിച്ച് എനിക്ക് UPSC കിട്ടിയോ അല്ലെങ്കിൽ കളക്ടർ ആവാനൊന്നും അതിനുള്ള ഒരു ഇതൊന്നും എനിക്കില്ല. കാരണം അത്രയും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഒരു ഗവൺമെൻറ് ജോലി, സാധാ ഒരു ഗവൺമെൻറ് ജോലി ഇങ്ങനെ കിട്ടണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഇത്ര ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതെൻ്റെ ഏറ്റവും വലിയൊരു മോട്ടിവേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരാണോ റോൾ മോഡൽ അവിടെ ഒരു ഫോട്ടോ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വയ്ക്കാം. അതല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഫോണിൻ്റെ വാൾപേപ്പർ ആക്കാം, അല്ലെങ്കിൽ അവരുടെ ഇൻ്റർവ്യൂസ് കൂടുതൽ കേൾക്കാം. അതെല്ലാം തന്നെ നമുക്ക് കൂടുതൽ മോട്ടിവേഷൻ തരുന്നതാണ്. നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ. എപ്പോഴും ഫോൺ താഴ്ത്തി വയ്ക്കാത്ത ആൾക്കാരായിരിക്കും നമ്മളിൽ പലരും. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളുടെ സുഖത്തിന് വേണ്ടിയിട്ടായിരിക്കണം. അതായത് നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കണം. ആരെങ്കിലുമൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊമോഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നത് നോക്കി എന്നിട്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. പക്ഷേ നമുക്ക് പ്രയോജനമുള്ള വീഡിയോസ് പരമാവധി കാണുക, അല്ലെങ്കിൽ റീൽസ് പരമാവധി കാണുക. ഇതുപോലെയുള്ള മോട്ടിവേഷൻ ചാനലെല്ലാം തന്നെ എന്തിനാണ്? യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അല്ലാതെ ആരും ദാനകർമ്മം അല്ലല്ലോ, അല്ലെങ്കിൽ പുണ്യപ്രവൃത്തി അല്ലല്ലോ യൂട്യൂബ് വഴി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സ്ഥിരമായിട്ട് കാണുക. അല്ലെങ്കിൽ അതിനും സമയം കളയാതെ സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ആകുക. പക്ഷേ 90% ആൾക്കാർക്കും ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോഴാണ് കുറച്ചെങ്കിലും ഒരു മോട്ടിവേഷൻ ഒരാഴ്ചത്തേക്കെങ്കിലും കിട്ടുന്നത് അല്ലേ. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങനത്തെ വീഡിയോസ് കാണുക. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മോട്ടിവേഷണൽ ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയുക. മറ്റുള്ള കുട്ടികൾക്കും കൂടി അത് യൂസ്ഫുൾ ആവുന്നതാണ്. താങ്ക് യു.